ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊരു പ്രപ്പോസൽ വെക്കട്ടെ. യെസ്. എന്റെ മകൾ ഗാഥ ശ്രീനിവാസ് ഇക്കഴിഞ്ഞ മിസ് കേരള മത്സരത്തിൽ 1ാം സ്ഥാനമായിരുന്നു. വിൽ യു ബി ഇൻട്രസ്റ്റഡ് ഇൻ മാരിയിങ് ഹർ? മാഡം, നവീൻ സാറിനെ എന്നാ കാണുന്നത്? സമയം പറഞ്ഞാൽ ഞാൻ അവരെ വിളിച്ചു പറയാം. നാളെ ആവാം ഓഫീസിൽ. മാഡം, നവീൻ വർമ്മ. ഗുഡ് മോർണിംഗ് മിസ് സിതാര ശ്രീനിവാസ്. ക്ഷണം സ്വീകരിച്ചുവെന്ന് ഞാൻ സിനിയുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ പെട്ടെന്ന് മാമിനെ കാണണമെന്ന് തോന്നി. താങ്ക് യു. പ്ലീസ്. ഓട്ടപ്പന്തയത്തിനിടയിൽ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് കാണാൻ അല്പം വൈകി. നവീന്റെ കുതിപ്പ് അങ്ങനെയാണല്ലോ, ആർക്കും പിടികൊടുക്കാതെ. റൈഡിന്റെ ബേസിക് ലോ തന്നെ അതല്ലേ മേഡം. പക്ഷെ ഓടാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചിലരെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് സിതാര ശ്രീനിവാസനുണ്ട്. ദി അയൺ ലേഡി ഓഫ് ദി ബിസിനസ് വേൾഡ്. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ശത്രുക്കളോട് നല്ല വാക്കുകൾ പറയുന്നത് നല്ല ലക്ഷണമാണ്. ശത്രുതയോ? എനിക്കോ? എന്തിന്? നമ്മൾ തമ്മിലുള്ള ഈ കണ്ടുമുട്ടലിന്റെ ഉദ്ദേശം എനിക്ക് വ്യക്തമല്ല. നവീൻ, നമ്മളിപ്പോ നിൽക്കുന്നത് 2 ധ്രുവങ്ങളിലാണ്. ഒരുപക്ഷെ നമ്മൾ തമ്മിൽ ഒന്നിച്ച ബിസിനസ് ലോകത്ത് അതൊരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാനൊരു പ്രപ്പോസൽ വെക്കട്ടെ. യെസ്. എന്റെ മകൾ ഗാഥ ശ്രീനിവാസ് ഇക്കഴിഞ്ഞ മിസ് കേരള മത്സരത്തിൽ 1ാം സ്ഥാനമായിരുന്നു. വിൽ യു ബി ഇൻട്രസ്റ്റഡ് ഇൻ മാരിയിങ് ഹർ? ആർ യു ഷോക്ക്ഡ്? നോ മാം. വളച്ചുകെട്ടില്ലാത്തത് പറഞ്ഞപ്പോ ഫോർ ജസ്റ്റ് എ മൊമെന്റ്. ഇറ്റ്സ് ഓക്കെ. ഗാഥാ മാഡത്തിന് വേണ്ടി മാം വരനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും മികച്ച ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് മാഡത്തിന് നിർബന്ധമായിരുന്നു. അങ്ങനെ മാം എന്നെ അംഗീകരിച്ചല്ലോ. സോ ദർ ഇസ് നോ ഡൗട്ട്. ഐ ആം റെഡി. ഹൗ? യു ഹാവന്റ് മെറ്റ് ഹർ യെറ്റ്. ഗാഥയുടെ സ്വഭാവം, അവളുടെ ക്വാളിറ്റീസ് ഒന്നും നവീൻ അറിയില്ലല്ലോ. ആപ്പിൾ മരത്തില് വിഷക്കായ ഉണ്ടാവില്ലല്ലോ. സിതാര മാം വളർത്തിയ കുട്ടിയല്ലേ, ഒട്ടും മോശമാവില്ല. പിന്നെ സാധാരണ നോക്കുന്നൊരു കാര്യം, സൗന്ദര്യം. മാമിന്റെ മകൾ സുന്ദരിയായില്ലെങ്കിൽ പിന്നെ സൗന്ദര്യം എന്ന വാക്കിന് എന്തർത്ഥം? വാക്കുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല നവീന്റെ മുമ്പിൽ. ഐ എം ഇംപ്രസ്ഡ്. അപ്പൊ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോവാം. കാണുന്നവര് ചോദിക്കുക എന്റെ തങ്കം, ഈ ജോത്സ്യത്തിന്റെ കൂടെ ബ്രോക്കർ പണിയും കൂടെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? വേലായുധേട്ടനായോണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാലോ. അത് മനസ്സിലാക്കുന്നൊരു കൂട്ടര് വരട്ടെ. എന്റെ മോളെ ജീവനെ പോലെ കാക്കുന്ന ഒരാള്. വേലായുധേട്ട, ഈ പയ്യൻ എവിടുത്തുകാരനാ? ഇത് നമ്മുടെ ത്തിലുള്ളതാ. എന്റെ അമ്മേ, നേരം കളയാൻ എന്തോരം പണികൾ ബാക്കിയുണ്ട്. ഈ ഫോട്ടോകളും നോക്കിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, എന്റെ ഉണ്ണിമായയുടെ അച്ഛനായോണ്ടാ വേലായുധ മാമനെ ഞാനൊന്നും പറയാത്ത. എടുത്തോണ്ട് പോകുന്നുണ്ടോ അത്? തങ്കം ഒരുപാട് വിളിച്ചിട്ടാ ഞാൻ. തങ്കം വിളിക്കും, തങ്കം ചെലപ്പോ കരയും. പക്ഷേ തങ്കത്തിന്റെ മോളുടെ കല്യാണം ഇപ്പോഴെങ്ങും ഇല്ല. പിന്നെ എപ്പോഴാ? ഞാൻ ചത്തിട്ടോ? ഇങ്ങനൊരു വാക്ക് നാവമേലുണ്ടല്ലോ, അതങ്ങ് കണ്ണു നിറഞ്ഞ് പറയും കൂടി ചെയ്താ പൂർത്തിയായി. ഞാൻ കല്യാണം കഴിക്കാൻ കേട്ടോ.
എപ്പോ? അമ്മയുടെ അസുഖമൊക്കെ മാറിയിട്ട്. അതുവരെ ഇക്കാര്യം ഇവിടെ മിണ്ടിപ്പോവരുത്. ദേ, ഈ ഫോട്ടോ കാണലും നാടകം ഇന്നത്തോടെ നിർത്തണം. ഓ, പിടിച്ചു തിന്നാത്ത ഭാഗ്യം. ഞാൻ പോവാ തങ്കം. വേലായുധേട്ടാ, ആ? ഒന്ന് നിന്നെ, ഞാൻ ഇപ്പൊ വരാം. ഓ, കൃഷ്ണയുടെ ഗ്രഹനിലയെ ആ. ഇത് വേലായുധേട്ടന്റെ കയ്യിൽ തന്നെ വെച്ചോ. എന്റെ കാര്യങ്ങൾ നോക്കി നോക്കി അവക്കൊരു ജീവിതം ഇല്ലാണ്ടാവരുത്. ഒത്തുവരുന്ന ഒരു ആലോചന വന്നാ വേലായുധേട്ടൻ എന്നെ ഒന്ന് വിളിച്ചാ മതി. ഓ, ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിച്ചോളാം. ആയിക്കോട്ടെ. ഓ, ശരി. സാറേ, ഇതെന്തു വാക്കുകൊടുക്കില്ല സാറേ. സാറിന്റെ കല്യാണത്തെ കുറിച്ച് സാറിന് സ്വപ്നങ്ങളില്ലേലും എനിക്കുണ്ടായിരുന്നു. ഒരു പെണ്ണ് കാണല്, അത് കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും സ്വകാര്യമായി സംസാരിക്കുന്നത്, അവരുടെ വേവ് ലെങ്ത് ഒരുപോലെ പോകുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലാതെ എങ്ങനെയാ സാറേ? ഏയ്, സാർ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുതായിരുന്നു. ആര് പറഞ്ഞു എടുത്തിയാടി തീരുമാനമെടുത്താണെന്ന്? എന്ത് ചെയ്താലും നവീൻ ഗോപാൽ വർമ്മയ്ക്ക് ലാഭം ഉണ്ടാവണം. ലാഭോ? അതേടോ, ലാഭം. ഇതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്റെ കൂടെ ഒരാൾ വന്ന് ചേരുമ്പോൾ എന്റെ സമ്പത്ത് ഇരട്ടിക്കണം, എന്റെ ബിസിനസ് ഇരട്ടിക്കണം, എന്റെ ലാഭം ഇരട്ടിക്കണം. അതല്ലേ മാണിക്കുഞ്ഞ് അതിന്റെ ഒരു കണക്കുകൂട്ടല്? അത് മുഴുവൻ ഒരു പൊൻതടികയിൽ വെച്ച് നീട്ടുമ്പോ ഞാൻ എന്തിനാണോ അത് തട്ടിക്കളയുന്നത്? സാറേ, മാണിക്കുഞ്ഞ്, ജീവിതത്തിൽ എങ്ങോട്ട് ചുവടുവെച്ചാലും അവിടുന്ന് ലാഭം കിട്ടണം. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ബിസിനസ് ആയിരിക്കും സിത്താര ശ്രീനിവാസന്റെ മകളുമായിട്ടുള്ള വിവാഹം. അങ്ങനെ നോക്കുമ്പോ ഈ ബിസിനസ് ഓക്കെ അല്ലേ? അങ്ങനെ നോക്കുമ്പോ ഓക്കെയാണ് സാർ, ഓക്കെയാണ്. എങ്കിൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കണ്ട. സിത്താര ശ്രീനിവാസ് മുന്നോട്ട് പോട്ടെ. സാറേ, തന്റെ സംശയം പെട്ടെന്നൊന്നും തീരില്ലടോ. ഇതിനു മുമ്പ് താൻ ചോദിച്ച സംശയങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിച്ച ഞാൻ തിരുത്തി തന്നിട്ടുള്ളത്. തൽക്കാലം വായടച്ച് വണ്ടിക്കാരൻ നോക്ക്. ഞാൻ ഈ കാര്യം വീട്ടിലൊന്ന് അവതരിപ്പിക്കട്ടെ. സിത്താര ശ്രീനിവാസനെ തലകുത്തി മറിക്കാമെങ്കിൽ പിന്നെ സ്വന്തം വീട്ടുകാരെ അടിച്ചിടാനാണോ പ്രയാസം? സാറ് വണ്ടിയിലോട്ട് കേറ്, കേറ്. ഹൗ ക്യാൻ യു ഡു ദിസ് മമ്മി? എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ അഭിപ്രായം പോലും ചോദിക്കാതെ മമ്മി എങ്ങനെയാ അത് ഫിക്സ് ചെയ്യുന്നേ? ഞാൻ അറിയാത്ത ഒരാൾ, എനിക്ക് ഒരു ചെറിയ പരിചയം കൂടി ഇല്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഐ എം സോറി മമ്മി, ഇത് നടക്കില്ല. മോളെ, വിവാഹത്തെക്കുറിച്ചുള്ള എന്റെ കൺസെപ്റ്റ് എന്താന്ന് മമ്മിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. അറിയാം. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരാളെ മമ്മി കണ്ടെത്തിയത്.